നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്ക് ഇഡലിൻ്റെയും ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റുള്ളൊരു ചട്നീൻ്റെ റെസിപ്പിയാണ്. ഈ ഒരു ചട്നിക്ക് തേങ്ങ പോലും ആവശ്യമില്ല കേട്ടോ, എന്നാലും നല്ല ടേസ്റ്റുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചമ്മന്തിയാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണാം. ഉള്ളിയും തക്കാളിയൊക്കെ വെച്ചിട്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ചട്നിയാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു റെസിപ്പി ഒന്ന് കണ്ടു നോക്കാം. ആദ്യം ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ടൊന്ന് ചൂടാക്കുന്നുണ്ട്. ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് കേട്ടോ ഒഴിക്കുന്നത്. നല്ലെണ്ണ വെച്ചിട്ട് ഈ ഒരു ചട്നി ചെയ്യുമ്പോൾ നന്നായിട്ട് തന്നെ കിട്ടും. നല്ലെണ്ണേൻ്റെ ആ ഒരു ടേസ്റ്റ് ഒന്നും ഉണ്ടാകില്ല, എന്നാൽ നല്ലൊരു നമുക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് തന്നെയായിരിക്കും കേട്ടോ. 1 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. എണ്ണ ചെറുതായിട്ടൊന്ന് ചൂടാകുമ്പോൾ നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകുമല്ലോ, അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വയ്ക്കുക. കരിഞ്ഞു പോകണ്ട, ചെറിയൊരു ഗോൾഡൻ കളർ ആയാൽ മതി. ഉഴുന്ന് കണ്ടില്ലേ, കളർ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എരിവിനുള്ള മുളകും കൂടെ ചേർക്കാം. ഞാനിവിടെ ഒരു 6 മുളക് ചേർക്കുന്നുണ്ട് കേട്ടോ. ഇതിൽ 3 എണ്ണം എരിവുള്ള മുളകാണ്, ബാക്കി 3 എണ്ണം കളറിന് വേണ്ടിയിട്ട് കാശ്മീരി മുളകാണ് ചേർത്തിട്ടുള്ളത്. അതുകൂടെ നമുക്ക് ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വറുക്കാം. മുളകൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. നമുക്കിതിലേക്ക് ഇനി ഉള്ളി ചേർക്കാം. ഞാനിപ്പോൾ ചെറിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. 1 കൈപ്പിടി ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. 3/4 കപ്പോളം ഉണ്ട്. ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നങ്ങ് വാട്ടിയെടുക്കാം. വലുതാണെങ്കിൽ ഒന്ന് പകുതി മുറിച്ചിടാം, ചെറുതാണെങ്കിൽ പിന്നെ അതുപോലെ തന്നെ ഇട്ടാൽ മതി. ഇതിപ്പോൾ മൊത്തത്തിലൊരു 20 ചെറിയ ഉള്ളി ഉണ്ട് കേട്ടോ. ചെറുതൊന്നുമല്ല, അത്യാവശ്യം വലിപ്പമുള്ള ഉള്ളി തന്നെയാണ്. അതൊന്ന് വാടി വന്നോട്ടെ. നമുക്കിതിലേക്ക് ഇതിൻ്റെ കൂടെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചേർക്കണേ. ഒരു 6 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ആദ്യം വെളുത്തുള്ളി ഇട്ടിട്ടൊന്ന് വാടിയിട്ട് ചെറിയുള്ളി ഇട്ടാൽ മതി കേട്ടോ. ഞാനിപ്പം ചെറിയുള്ളി ഇട്ടുപോയി, അതുകൊണ്ടാണ് വെളുത്തുള്ളി രണ്ടാമത് ചേർക്കുന്നത്. ഉള്ളിയൊക്കെ ഒന്ന് വാടി വരുമ്പോൾ നമുക്കിതിലേക്ക് ഇനി തക്കാളി ചേർത്ത് കൊടുക്കാം. 2 തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് വാടി കിട്ടാൻ എളുപ്പത്തിന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞിട്ടുണ്ട്. അതും കൂടെ ഇതിലേക്ക് ഇട്ടിട്ട് പെട്ടെന്നൊന്ന് വാട്ടിയെടുക്കാം. തക്കാളിൻ്റെ ഉള്ളിൽ നിന്ന് വെള്ളമൊക്കെ പുറത്തേക്ക് ഇറങ്ങി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് ചട്നിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ഈ ഒരു സമയത്ത് തന്നെ അങ്ങ് ചേർത്ത് കൊടുക്കാം. 3/4 ടീസ്പൂൺ ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പും കൂടെ ചേർത്ത് തക്കാളി ഒന്ന് വെന്ത് വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങ് വഴറ്റി വേവിച്ചെടുക്കാം. വേണമെന്നുണ്ടെങ്കിൽ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കാം കേട്ടോ. തക്കാളി പെട്ടെന്ന് തന്നെ വെന്ത് വന്നോളൂ. ഇപ്പം ഇതാ തക്കാളിയൊക്കെ ഇവിടെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇത്രയും മതി കേട്ടോ, ഈ ഒരു പാകത്തിന് മതി. ഇനി നമുക്കിത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പോൾ ജാറിലേക്ക് ഇട്ടിട്ട് അങ്ങ് അടിച്ചെടുത്താൽ മതി. നമ്മൾ അടിക്കുന്ന സമയത്ത് ഇതിലേക്ക് കുറച്ച് സാധനങ്ങളും കൂടെ ചേർക്കാനുണ്ട്. അതും കൂടെ ചേർക്കുമ്പോഴായിരിക്കും നല്ലൊരു ചട്നി കിട്ടുക. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ, എന്നിട്ട് നമുക്ക് അരയ്ക്കാം. ഇപ്പോൾ ഇത് നല്ലോണം തണുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ജാറിലേക്ക് ഇട്ടിട്ട് അടിച്ചെടുക്കാം. നമ്മളിത് അടിക്കുന്ന സമയത്ത് ഇതിൻ്റെ കൂടെ 1-2 സാധനങ്ങൾ കൂടെ ചേർക്കുകയാണ് കേട്ടോ. ഒരു 2 ടേബിൾ സ്പൂൺ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തത് ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് മല്ലിയിലയും കൂടെ ചേർക്കാം. ഒരുപാട് വേണ്ട, ഇത്രയും മതി കേട്ടോ, കുറച്ച് മാത്രം മതി. അതും കൂടെ ചേർത്തിട്ടൊന്ന് അരച്ചെടുക്കാം. നമ്മളിതിൽ വെള്ളമൊന്നും ചേർക്കുന്നില്ല കേട്ടോ. വെള്ളം ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ ചട്നീൻ്റെ കളറ് കുറഞ്ഞു വരും. അതുകൊണ്ട് നമുക്ക് വെള്ളമൊന്നും ചേർക്കാതെ തന്നെ നല്ല ടൈറ്റായിട്ട് തന്നെ അങ്ങ് തിക്കായിട്ട് തന്നെ അങ്ങ് അരച്ചെടുക്കാം. ഇത് കണ്ടില്ലേ, ഈ ഒരു പരുവത്തിന് അരച്ചെടുക്കാം. നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തിട്ടായിരുന്നു തക്കാളി വാട്ടിയിട്ടുണ്ടായിരുന്നത്. 3/4 ടീസ്പൂൺ ഉപ്പ് ആദ്യം തന്നെ ചേർത്തായിരുന്നു. അതുകൊണ്ട് ഇനി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടാവില്ല. എന്നാലും അരച്ചിട്ട് ഉപ്പൊന്ന് നോക്കുക കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കാം. ഇനി ഉപ്പ് നോക്കിയപ്പോൾ പാകത്തിനുണ്ട്. ഇനി വീണ്ടും ചേർത്ത് കൊടുക്കുന്നൊന്നുമില്ല കേട്ടോ. പിന്നെ ചമ്മന്തിക്ക് അധികം പുളിയില്ലാതിരിക്കാൻ നമുക്ക് തക്കാളി എടുക്കുമ്പോൾ നല്ല പഴുത്ത തക്കാളി തന്നെ നോക്കിയെടുക്കണം. ഇനി അരച്ചു കഴിഞ്ഞതിന് ശേഷം അഥവാ പുളി കൂടുതലാണെന്നുണ്ടെങ്കിൽ കുറച്ച് ശർക്കരയും കൂടെ ചേർത്തിട്ട് അല്ലെങ്കിൽ പഞ്ചസാരയോ ചേർത്തിട്ട് നമുക്ക് എരിവും പുളിയൊക്കെ ഒന്ന് വേണമെങ്കിൽ ബാലൻസ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ പഞ്ചസാര ഒന്നും ചേർക്കുന്നില്ല കേട്ടോ. പാകത്തിനുള്ളൊരു പുളി തന്നെയുള്ളൂ. അപ്പോൾ നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്കൊന്ന് കടുക് വറുത്തും കൂടി ഇടണേ, അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുക. പിന്നെ ഇത് കാണാൻ കുറച്ചേ ഉള്ളെങ്കിലും ഒരു കുഴപ്പമില്ല കേട്ടോ. നല്ല ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. കാരണം നമ്മളിതിൽ ഉഴുന്നും അതുപോലെ ചെറിയുള്ളിയും തക്കാളിയൊക്കെ ചേർത്തിട്ടല്ലേ അരച്ചിട്ടുള്ളത്. ടേസ്റ്റിനേക്കാൾ ഉപരി ഹെൽത്തി ആയിട്ടുള്ള ചമ്മന്തിയാണ്. ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഇടാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് കടുക് വറുത്തിട്ട് ഒഴിക്കാം കേട്ടോ. അതാണ് എപ്പോഴും നല്ലത്. നമ്മൾ കടുക് വറുത്തിട്ട് അതിലേക്ക് ചമ്മന്തി ഇട്ട് ഇളക്കുന്നതിനേക്കാളും എപ്പോഴും നല്ലത് ഹെൽത്തി ആയിട്ടുള്ള ഒരു രീതി എന്ന് പറയുന്നത് ചമ്മന്തി അരച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് വെക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് കടുക് വറുത്ത് ഒഴിച്ചാൽ മതി. കടുക് വറുക്കാൻ വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി അടുപ്പിലേക്ക് വെച്ചിട്ട് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നേരത്തെ നമ്മൾ ഒഴിച്ചതുപോലെ തന്നെ നല്ലെണ്ണ തന്നെയാണ് കേട്ടോ ഒഴിക്കുന്നത്. 1 ടീസ്പൂൺ നല്ലെണ്ണ ഒഴിക്കുന്നുണ്ട്. കുറച്ച് മതി, വേണമെന്നുണ്ടെങ്കിൽ കൂടുതൽ ഒഴിക്കാം കേട്ടോ. കുറച്ച് ചമ്മന്തി അല്ലേ ഉള്ളൂ, അതുകൊണ്ട് 1 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. ഇതൊന്ന് ചൂടായി വരട്ടെ. എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കടുക് ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂണൊക്കെ മതി കേട്ടോ. കടുക് മുഴുവനായിട്ടൊന്ന് പൊട്ടി വരട്ടെ. കടുക് ഇപ്പോൾ മുഴുവനും പൊട്ടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കൊരു വറ്റൽമുളക് മുറിച്ചതും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയും 2 തണ്ട് മല്ലിയിലയും കൂടി ഇടുന്നുണ്ട്.
ഒന്നങ്ങ് കരിഞ്ഞു പോകാതെ ഇളക്കാം. ഫ്ലെയിം ഓഫ് ആക്കുന്നുണ്ട്. ഇനി നമുക്കിത് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പിന്നെ നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നതിന് മുൻപായിട്ട് ഈ ചൂടുള്ള എണ്ണയിലേക്ക് ഫ്ലെയിം ഓഫ് ആക്കിയതിന് ശേഷം കുറച്ച് കായം പൊടിച്ചതും കൂടെ ചേർക്കുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണേൻ്റെ ചൂടോടെ തന്നെ നമുക്കിതങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ നല്ല ഹെൽത്തി ആയിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ചട്നിയുടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് നല്ല ചൂടുള്ള ഇഡ്ഡലിൻ്റെയും ദോശേൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ പറ്റിയിട്ടുള്ള ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ഈ ഒരു ചട്നി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു തേങ്ങാ ചട്നീൻ്റെ അതല്ലെങ്കിൽ കറീൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. നമുക്ക് ഇഡ്ഡലിയും ദോശയൊക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ടേസ്റ്റുള്ള ഒരു ചമ്മന്തിയാണ്. ഉണ്ടാക്കി നോക്കുക. എന്നിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി ഒന്ന് താഴെ എഴുതണേ. പിന്നെ വീഡിയോ ഒന്ന് ലൈക്കും ഷെയറും കൂടെ ചെയ്യണം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടെ ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും അതിലെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ പുതിയതായിട്ട് ഇടുന്ന വീഡിയോസൊക്കെ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടിക്കോളും. അപ്പം ഇതുപോലെയുള്ള സിമ്പിളായിട്ടുള്ള നല്ലൊരു ഹെൽത്തി റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ നന്ദി, നമസ്കാരം.